ADGP MR അജിത് കുമാറിനെ വെള്ളപൂശിയ റിപ്പോർട്ട് പുറത്ത്. പരാതിക്കാരൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ട്. നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും മരമുറി നടപടിക്രമം പാലിച്ചായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, എന്തായാലും ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ വെള്ളപൂശിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും റിപ്പോർട്ടിൽ പറയുന്നത്? ഭവ്യ, PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ സംബന്ധിച്ച് നടന്ന വിശദമായ അന്വേഷണത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തെളിവുകളും ഈ ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിജിലൻസ് നൽകിയ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ക്ലീൻ ചിറ്റ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിൻ്റെ പേര് വലിച്ചിഴയ്ക്കാൻ ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായത്. അതിനപ്പുറത്ത് ആ കേസുമായി MR അജിത് കുമാറിന് ബന്ധമില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, മരമുറി വിവാദം. ആ കേസിൽ കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് മരമുറി നടന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ മറ്റു തരത്തിലുള്ള വിവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്തതാണ്. അത് ബോധപൂർവമായി അദ്ദേഹത്തെ കുടുക്കാനായി നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള സൂചന നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഈ റിപ്പോർട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ചത്. അത് തള്ളിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര സ്വദേശി നാഗരാജ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ MR അജിത് കുമാറിനെതിരായ തുടരന്വേഷണം നടത്താനുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വരികയും ചെയ്തത്. അതായത് MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ സർക്കാരുണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നതല്ലേ? അല്ലെങ്കിൽ MR അജിത് കുമാറിന് സർക്കാർ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ പറയുന്നു എന്ന് മനസ്സിലാക്കണമോ ഡാൻ? അതായത് MR അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചത്. അത് തന്നെയാണ് ഹർജിക്കാരൻ വിജിലൻസ് കോടതിയിൽ എടുത്തു പറഞ്ഞ കാര്യം. കീഴുദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയാൽ എങ്ങനെ വസ്തുതകൾ പുറത്തു വരും? ഈ ആഡംബര വസതി അല്ലെങ്കിൽ ആഡംബര വസതി നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനധികൃതമായി കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം ഫ്ലാറ്റ് 23 ലക്ഷം രൂപയ്ക്ക് വാങ്ങി 65 ലക്ഷം രൂപയ്ക്ക് മറച്ചു വിൽക്കുന്ന നടപടി കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഈ ഹർജിക്കാരൻ ഹർജിയിൽ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊന്നും തെളിവുകളില്ല എന്നാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ, ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിൽ പാകപ്പിഴകൾ ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് കോടതി തന്നെ ഈ റിപ്പോർട്ട് തള്ളുകയും കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ തുടരന്വേഷണം നടത്താൻ കഴിഞ്ഞ ദിവസം ഉത്തരവിടുകയും ചെയ്തത്. സർക്കാരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു MR അജിത് കുമാർ. അങ്ങനെ ഒരു MR അജിത് കുമാറിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അന്ന് ഭരണകക്ഷിയുടെ ഭാഗമായി നിന്ന PV അൻവറാണ്. ഒരുപക്ഷേ സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് PV അൻവറിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനൊടുവിലാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരാതിക്കാരൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. MR അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു റിപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മരമുറി കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയായിരുന്നു PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. പക്ഷേ അത് തെളിയിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് MR അജിത് കുമാറിനെതിരെ ഉയർന്നത് എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായി പരാമർശിച്ചിരിക്കുന്നത്. PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ തെല്ലും കഴമ്പില്ല എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതോടൊപ്പം ഈ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളെയും ബോധപൂർവമായി വിവാദത്തിൽപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.